ചന്തമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും സന്തതം കരത്തറിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകളർക്കരശ്മി നീട്ടിയും ചിന്തയാമണി മന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ, വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. झंडा ऊंचा रहे हमारा, विजयी विश्व तिरंगा प्यारा. झंडा ऊंचा रहे हमारा, सदा शक्ति बरसाने वाला, प्रेम सुधा सरसाने वाला, वीरों को हर्षाने वाला. Flag salute. Strategies. Attention. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. കുട്ടികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷമാണ്. 75ാം സ്വാതന്ത്ര്യ ദിനാഘോഷമാണ് ഇന്ന് രാജ്യമെങ്ങും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ മക്കൾക്കും രക്ഷിതാക്കൾക്കും സ്വാതന്ത്ര്യ ദിനാശംസ. സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് എന്തിനാണ്? ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ജീവിക്കുന്ന പൗരന്മാരെ വളരെ വിരളമായ ആളുകൾ മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ജനിച്ചിട്ടുള്ളത്. ബാക്കി എല്ലാവരും സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പ്രസക്തി വളരെ വലുതാണ്. സ്വാതന്ത്ര്യ ദിനാഘോഷം ഒരു തിരിഞ്ഞു നോട്ടമാണ്, ഓർമ്മിക്കലാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. നമ്മുടെ മുൻകാലത്തെക്കുറിച്ച്, കടന്നു വന്ന വഴികളെക്കുറിച്ച് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും മക്കൾക്ക് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള ധാരണ പോലും ഒരുപക്ഷെ ഉണ്ടാവുകയില്ല. നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ തിരഞ്ഞെടുത്താലാണ് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ്. എന്നാൽ പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല. 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? പണ്ട് നമ്മളെ ഭരിച്ചിരുന്ന ആരാണ്? രാജാക്കന്മാരായിരുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുപാട് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളായിരുന്നു. ഈ രാജാക്കന്മാർ തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്തും കലഹിച്ചും തമ്മിലടിച്ചും അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇവർ ഈ രാജാക്കന്മാരുടെ അടിപിടികളിലും യുദ്ധങ്ങളിലുമൊക്കെ ഓരോ പക്ഷം ചേർന്ന് നിന്ന് ക്രമേണ നമ്മുടെ ഇന്ത്യ രാജ്യം മുഴുവനും അവരുടെ വരുതിയിലായി. എല്ലാ രാജാക്കന്മാരെയും അവർ തോൽപ്പിച്ചു. മുഴുവൻ ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മെ ഭരിക്കാൻ തുടങ്ങി. കാലങ്ങളോളം അവർ നമ്മളെ ഭരിച്ചു.
നമ്മെ അടിമകളെ പോലെ ഭരിച്ചു. നമ്മളെ വെറും അടിമകളാക്കിയാണ് അവർ കണക്കാക്കിയത്. പൗരസ്വാതന്ത്ര്യം പോലും നമുക്ക് നിഷേധിക്കപ്പെട്ടു. നമ്മുടെ വീട്ടിൽ ഒരു അമ്മി വാങ്ങി, അമ്മി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്കറിയോ? ഇപ്പൊ ആർക്കും അറിയില്ലേക്ക്. ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും മൂലത്തിൽ കിടക്കുന്നുണ്ടാവും. ഇന്ന് മിക്സിക്ക് പകരം പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ്, അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം. ഒരു അമ്മി വാങ്ങിയാൽ അതിന് പോകുന്നു നമ്മൾ ബ്രിട്ടീഷുകാരന് നികുതി കൊടുക്കണമായിരുന്നു. അത്രയ്ക്ക് പരിതാപകരമായിരുന്ന അവസ്ഥ. നമ്മുടെ വീട്ടിലെ തെങ്ങിനും പ്ലാവിനും കവുങ്ങിനും ഒക്കെ നികുതി കൊടുക്കണം. അങ്ങനെ ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ വിഭവങ്ങൾ നമുക്ക് കിട്ടാതെ, നമ്മുടെ കുരുമുളകും ഇഞ്ചിയും ഉയരവും എല്ലാം ബ്രിട്ടീഷുകാരെടുത്ത് അവരുടെ നാട്ടിലേക്ക് പോയി നമുക്കൊന്നും കിട്ടാതായി. അവരവരുടെ നാട്ടിൽ നിറയ്ക്കുന്ന സാധനങ്ങൾ കൊള്ള വിലയ്ക്ക് നമ്മൾ വാങ്ങണം അവരുടെ കയ്യിൽ. അങ്ങനെ അവർ പറയുന്നത് എന്തും കേൾക്കാൻ വിധിക്കപ്പെട്ട അടിമകളായി നമ്മൾ അവരുടെ കീഴിൽ നരകയാത്ര അനുഭവിക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ രാജ്യത്തെ മഹത്തുക്കളായ നമ്മുടെ പൂർവ്വഗാമികൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യാൻ ആരംഭിച്ചത്. നിങ്ങൾക്കറിയാമല്ലോ, ആ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്ന ഒരുപാട് ആളുകളുടെ പേരുകൾ നിങ്ങൾക്കറിയാം. മഹാത്മാഗാന്ധിയെ നിങ്ങൾക്കറിയാം, ജവഹർലാൽ നെഹ്റുവിനെ നിങ്ങൾക്കറിയാം, സുഭാഷ് ചന്ദ്രബോസിനെ നിങ്ങൾക്കറിയാം, അല്ലേ? ഒരുപാട് ധീരസേനാനികൾ സമരം ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ സ്വാതന്ത്ര്യം ലഭിച്ചത് എന്താണെന്നും നിങ്ങൾക്കറിയാം, അല്ലേ? 1947 ഓഗസ്റ്റ് 15 അന്നാണ് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്, ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പഴയ കാലത്തെക്കുറിച്ചുള്ള സ്മരണകൾ കൊടുക്കുകയാണ്. നമ്മൾ ബ്രിട്ടീഷുകാരുടെ മുഖത്തിന് കീഴിലേക്ക് പതിച്ചു പോയത് എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പരസ്പരം കലഹിച്ചത് കൊണ്ടും പരസ്പരം പോരടിച്ചത് കൊണ്ടുമാണ്. പരസ്പരം കലഹിക്കുന്ന ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം നഷ്ടമാകും എന്ന വലിയ പാഠം നമ്മളതിൽ നിന്ന് ഉൾക്കൊള്ളുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഓർമ്മപ്പെടുത്തലുകൾ രേഖപ്പെടുത്തേണ്ടത്. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ആ രാജ്യത്ത് നിയമവാഴ്ച നിലനിൽക്കുമ്പോഴാണ്. നിയമത്തെ ആദരിക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയാകുമ്പോഴേ നല്ല പോയിനാണ്. നിയമങ്ങൾ എന്ന് പറയുന്നത് ഭരണഘടനയിൽ എഴുതി വെച്ചതും സർക്കാർ നടപ്പിലാക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമല്ല. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ കുറേ നിയമങ്ങൾ ഉണ്ടാകും, നമ്മുടെ സ്കൂളിൽ നിയമങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ അനുസരിച്ച് നമ്മൾ പരിശീലിക്കേണ്ടതുണ്ട്. വീട്ടിലെ നിയമങ്ങളാണ് നിങ്ങളുടെ മാതാപിതാക്കൾ മുതിർന്നവർ പറയുന്നത്. അത് ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ പറയുന്നത് നിയമങ്ങളാണ്. അതൊക്കെ അനുസരിക്കാനുള്ള ശീലം നമ്മൾ ചെറുപ്പത്തിലെ ആക്കിക്കെടുക്കേണ്ടതുണ്ട്. മുതിർന്നവർ പറയുന്നത് ധിക്കരിച്ച് മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാതെ നടക്കുന്നത് നിയമത്തെ ലംഘിക്കുന്നതിന്റെ ആദ്യപടിയാണ്. അങ്ങനെ നിയമം ലംഘിച്ച് ശീലിക്കുന്നവർക്ക് പുറത്തിറങ്ങിയാലും രാജ്യത്തെ നിയമങ്ങളും ലംഘിക്കാൻ ഉള്ള മനസ്സുണ്ടാവില്ല. അപ്പോൾ രാജ്യം അരാജകത്വത്തിലേക്ക്, അരാജകത്വം പാരമ്പര്യത്തിലേക്ക് നയിക്കും. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും. സ്വാതന്ത്ര്യം നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമ്മളുടെ നിർഭയത്വം നഷ്ടപ്പെടലാണ്. സ്വാതന്ത്ര്യമില്ലാത്ത രാജ്യത്ത് ജീവിക്കാൻ പേടിയാണ്. അപ്പൊ നിർഭയത്വത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതിന്റെ അർത്ഥം. കേവലമായി ഭരണാധികാരികൾ മാറിയെന്നത് മാത്രമല്ല സ്വാതന്ത്ര്യം. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എല്ലാവരും നിർഭയത്വത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാൻ കഴിയും. ആ നിർഭയത്വമാണ് നമുക്ക് നിലനിർത്തേണ്ടത്. ഇതിന് നമ്മൾ എല്ലാവരും പ്രതിജ്ഞാബദ്ധരായിരിക്കും. നിർഭയത്വത്തോടുകൂടി ജീവിക്കുമ്പോഴേ നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും. പേടിയുള്ളവരുടെ സ്വപ്നം പേക്കിനാവുകയാണ്. പേക്കിനാവുക എന്താ കാണേണ്ടത്? നമുക്കൊരു രാഷ്ട്രപതി ഉണ്ടായിരുന്നു, നിങ്ങൾ കേട്ടുക, ഡോക്ടർ APJ അബ്ദുൽ കലാം. അദ്ദേഹം പറഞ്ഞൊരു വലിയ കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു തന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, കുട്ടികളോട് പ്രത്യേകിച്ചും പറഞ്ഞ കാര്യമാണ് സ്വപ്നം കാണണം.
സ്വപ്നം കാണുന്നത് ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉണർന്നിരിക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. ഉണർന്നിരിക്കുമ്പോൾ കാണുന്ന സ്വപ്നം ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളാണ്. അങ്ങനെ ഭാവിയെക്കുറിച്ച് നല്ല ചിന്തകൾ വരണമെങ്കിൽ നിർഭയത്വമുള്ള ജനതയായിരുന്നു. ആ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടെയാണ് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. അതായത് സ്വാതന്ത്ര്യ ദിനാഘോഷം എന്ന് പറയുന്നത് ഒരു തിരിഞ്ഞുനോട്ടം മാത്രമല്ല, ഒരു മുന്നോട്ടുള്ള നോട്ടം കൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് എല്ലാം ആലോചിക്കാനുള്ള ദിനം കൂടെയാണ് സ്വാതന്ത്ര്യം. നല്ല ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയട്ടെ, നമ്മുടെ രാജ്യത്തിന്റെ നല്ല ഭാവിയെക്കുറിച്ച് ധാരാളം സ്വപ്നങ്ങൾ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. നാം ഇന്ന് ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷമാണ് സത്യത്തിൽ ഈ ലോകത്ത് കഴിഞ്ഞ വർഷം നമുക്ക് വീട്ടിലിരുന്ന് സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഏതായാലും അടുത്ത വർഷം നമുക്ക് എല്ലാ മക്കളെയും ഉൾപ്പെടുത്തി സ്കൂളിൽ വെച്ച് തന്നെ ഒരു സ്വാതന്ത്ര്യ ആഘോഷവും ആഘോഷിക്കാൻ നമുക്ക് കൈമാറാകട്ടെ എന്ന് നമുക്ക് സ്വാതന്ത്ര്യം വേണ്ടി പോരാടിയ സ്വതന്ത്ര സമര സേനാനികളെയും ഇതിന് നേതൃത്വം നൽകിയ ഗാന്ധിജി, നെഹ്റുജി, സുഭാഷ് ചന്ദ്രബോസ് എന്നീ നേതാക്കളെ അനുസ്മരിച്ചുകൊണ്ട് എല്ലാ മക്കൾക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ ഞാൻ ജയിക്കുന്നു. എന്നതാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിന സന്ദേശം. ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നിരവധി പേർ ത്യാഗം ചെയ്തതിന്റെ ഫലമാണ് നാം ഈ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക സമാധാനം സംരക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയാതെ വരുന്ന സന്ദർഭം സ്വാതന്ത്ര്യമില്ലാതെ തന്നെയാണ്. പക്ഷേ ഒരിക്കലും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിന് മുകളിലോ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ കൂടുതലായി ഉപയോഗിച്ചുകൊണ്ടോ ആവുന്നത് ഒരു കാര്യവും ചെയ്യും. എല്ലാ ആഘോഷങ്ങളും ഒരുപാട് പേര് ആ ഓർമ്മപ്പെടുത്തുന്നത് ഇനിയും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കണം. നല്ല പൗരന്മാരാണ് ദേശപ്രകടനോടും എല്ലാവർക്കും നല്ല കാര്യങ്ങളും നല്ല പ്രവർത്തനങ്ങളും നമ്മുടെ മുൻഗാമികൾ ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുന്നത് അവരുടെ ഇന്ന് നമ്മൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ നിങ്ങളും ഇവിടെ വന്ന് അസംബ്ലിയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ആലോചിക്കേണ്ടതായിരുന്നു. അതിനൊന്നും അതിനുകൂടി ഒരു സ്വാതന്ത്ര്യം ഇല്ലാന്നുള്ളതാണ്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടിയിട്ട് 75 വർഷമായി. ഈ 50ൽ നിന്ന് ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത്രയും ഒരു അറിയില്ല. നമ്മുടെ
പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ 75ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ ഭാരതത്തെ വർഷങ്ങളോളം അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്നും തുരത്തി ഓടിക്കാൻ വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും സമരങ്ങളും ദേശീയ നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിന്റെ ഫലമായി 1947 ആഗസ്റ്റ് 15-ാം തീയതി ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാഗാന്ധിയെയും മറ്റ് ധീരദേശാഭിമാനികളെയും നാം ഈ നിമിഷം സ്മരിക്കുക തന്നെ വേണം. ദേശസ്നേഹവും ദേശാഭിമാനവും കാത്തു സൂക്ഷിക്കുക എന്നത് കുട്ടികളായ നമ്മളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യ ദിനമാണല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഭാരത മക്കൾ നമ്മൾക്കിന്ന് അഭിമാനത്തിൻ ദിനമല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ആയിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ. ഗാന്ധിജി, നെഹ്റുജി, നേതാജി, ആയിരം ആയിരം ധീരന്മാർ അടിമച്ചങ്ങല പൊട്ടിച്ച സ്വാതന്ത്ര്യ ദിനമിന്നല്ലോ. ആദരവോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. മൂവർണ്ണക്കൊടി പാറിക്കാം, ഭാരതമാത ജയിക്കട്ടെ. ആദരവോടെ സ്മരിക്കണം ധീരജവാന്മാരെ നമ്മൾ. മൂവർണ്ണക്കൊടി പാറിക്കാം, ഭാരതമാത ജയിക്കട്ടെ. ഭാരതമാത ജയിക്കട്ടെ. ഭാരതമാത ജയിക്കട്ടെ. വന്ദേ മാതരം.
ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്, ജനഗണമനയുടെ നാട്, ജനകോടികളുടെ നാട്. പല ഭാഷക്കാർ പല വേഷക്കാർ ഒത്തൊരുമിക്കും നാട്, ഗാന്ധി പിറന്നൊരു നാട്, ശാന്തിയെഴുന്നൊരു നാട്. മൂവർണ്ണക്കൊടി പാറി നടക്കും സമത്വസുന്ദര നാട്, അഭിമാനികളുടെ നാട്, സ്വതന്ത്ര ഭാരത നാട്. കൊള്ളക്കാരം വെള്ളക്കാരെ തുരത്തി വിട്ടൊരു നാട്, ഇതിഹാസങ്ങൾ പിറന്നു വീണൊരു പുണ്യം വഴിയും നാട്, നമ്മുടെ ഭാരത നാട്. എത്ര മനോഹര നാട്, ഗംഗാ യമുന ഗോദാവരികൾ ഗാനമുതിർക്കും നാട്. Good morning to all, respected principal, teachers and all my dear friends. At first, wish you all a very happy Independence Day. Today we are celebrating 75th Independence Day. On 15 August 1947, we got independence from British rule. We should celebrating this day with great joy. We should remember our great leaders like Mahatma Gandhi, Jawaharlal Nehru, Subhash Chandra Bose and others. I would like to say that we must be proud of being an Indian. So let's celebrate with great joy. Jai Hind, Jai Bharat. രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മ എന്ന നാട് നന്മയാർന്ന നാട്, മക്കൾ എല്ലാം സേവനത്തെ സ്വർഗമാക്കും നിന്നെ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. നമസ്കാരം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അമ്മയാർന്ന നാട്, നന്മയാർന്ന നാട്, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. അമ്മയാർന്ന നാട്, നന്മയാർന്ന നാട്, മക്കൾ ഞങ്ങൾ സേവനത്താൽ സ്വർഗമാക്കും നിന്നെ. ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം, ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. അസ്സലാമലൈക്കും. ഇസ്മി അസ്മിൻ. യാ ബിലാദൽ ഹിന്ദി യാ വതനൽ ഹിന്ദി യാ റിഫാഖൽ ഹിന്ദി അജ്മലൽ ബിലാദി അജ്മലൽ ബിലാദി. യാ ബിലാദൽ ഹിന്ദി യാ വതനൽ ഹിന്ദി യാ റിഫാഖൽ ഹിന്ദി അജ്മലൽ ബിലാദി അജ്മലൽ ബിലാദി. ഹിന്ദു മുസ്ലിം സിഖ് നസാറ, ഹിന്ദു മുസ്ലിം സിഖ് നസാറ ജാഹദു ലിൽ ഹദ കമഅൽ ഉഖവ ജാഹദു ലിൽ ഹദ കമഅ
ثقافة الهند يا بلاد الهند يا وطن الهند يا رفاق الهند أجمل البلاد أجمل البلاد عندي ونهر أزعماء الهند عندي ونهر أزعماء الهند قادوا أناسا حرية الوطن قادوا أناسا حرية الوطن أخوة الأنس عزة الوطن أخوة الأنس عزة الوطن تحب بلادي ثقافة الهند ثقافة الهند يا بلاد الهند يا وطن الهند يا رفاق الهند أجمل البلاد أجمل البلاد نحن نحافظ أخوة الهند نحن نحافظ أخوة الهند واجب علينا حماية الوطن واجب علينا حماية الوطن أخوة الأنس عزة الوطن أخوة الأنس عزة الوطن تحب بلادي ثقافة الهند ثقافة الهند يا بلاد الهند يا وطن الهند يا رفاق الهند أجمل البلاد أجمل البلاد ഇന്ത്യ എന്റെ നാട്, ഞാൻ പിറന്ന നാട്, എന്റെ സ്വന്തം നാട്, ചന്തമാർന്ന നാട്. പല ജനങ്ങളുണ്ട്, പല മതങ്ങളുണ്ട്, പലതുമൊത്തു ചേർന്ന് പരിലസിക്കും നാട്. ഭാഷയേറെയുണ്ട്, വേഷമേറെയുണ്ട്, എങ്കിലും നാം ഒന്നായി കൈക്കുരുക്കും നാട്.
ഒരുമയാർന്ന നാട് പെരുമയാർന്ന നാട് എന്തു നല്ല നാട് ഞാൻ പിറന്ന നാട് രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ ഉണർന്നിരുന്ന ഭാരതം പെരുമയേകും പൈതൃകത്തിൻ നാടിതല്ല ഭാരതം ഇതെന്റെ രാജ്യം ഇതെന്റെ മാതൃരാജ്യം ഞാൻ പിറന്ന മണ്ണിനിക്ക് സ്വർഗരാജ്യം മതേതരത്വ ചിന്തയാൽ ഉണർന്നിടുന്ന ഭാരതം പെരുമയേകു പൈതൃകത്തിൻ നാടിതല്ല ഭാരതം യേ ദേശ ഹമാരാ ജാൻ സെ പ്യാരാ പ്യാർ ഹമാരാ ആസാദി 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 നൂറു നൂറു ചിന്തകൾ നൂറു നൂറു ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം നൂറു നൂറു ചിന്തകൾ നൂറു നൂറു ഭാഷകൾ മതത്തിനപ്പുറം വളർന്ന സ്നേഹചിത്രസാഗരം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതല്ല ഭാരതം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യനും പാർസി ബുദ്ധ ജൈനനും തോളു ചേർന്ന് അഭിരമിച്ച നാടിതല്ല ഭാരതം ये देश हमारा जान से प्यारा प्यार हमारा आजादी 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 മാന്യ സദസ്സിനെ വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ഇന്ത്യക്കാരായ നമ്മുടെ ഓരോരുത്തരുടെയും സന്തോഷവും അഭിമാനവും നിറഞ്ഞ ദിനമാണെന്ന്. കാരണം 1947 ആഗസ്റ്റ് 15-ാം തീയതിയിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഈ വർഷം നമ്മൾ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ നമ്മുടെ നാടിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സമര നായകരായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു തുടങ്ങിയവ ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെയും അനുസ്മരിക്കുന്നു. നമ്മുടെ നാടിൻ്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഒരിക്കൽ കൂടെ എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ജയ് ഹിന്ദ്. Strategies. Attention. ദേശീയ ഗാനം. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मागे दाहे तव जय गागा जय गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे।